തന്നെയാണോ എന്നുള്ളൊരു ഭാവമാണ് പലപ്പോഴും. പക്ഷെ ഈ വിഷയം നമ്മൾ അറിയണമെന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണ്. അറിയില്ലെങ്കിൽ നമുക്ക് ഈ ടൈറ്റിലിട്ട പോലെ ഞാൻ മുതൽ ഞാൻ വരെ എന്നുള്ള വിഷയം ഒരു തരത്തിൽ മനസ്സിലാക്കാൻ പോകുന്നില്ല. ഇത് ഇതിനേക്കാൾ സിംപ്ലിഫൈ ചെയ്ത് പറയാൻ പറ്റില്ല. അത് ശരിക്കും ധർമ്മസങ്കടമാണ്. എന്നാൽ തന്നെ ഒരുപാട് ഇക്വേഷൻസ് ഒക്കെ ഒരുപാട് സ്കിപ്പ് ചെയ്തുകൊണ്ടാണ് രാജീവ് സാർ അവതരിപ്പിച്ചിട്ടുള്ളത്. കുറെ നേരം കേട്ടപ്പോൾ ഇനി ഒരു ചെറിയ ചേഞ്ച് ആവുമെന്ന് കരുതിയിട്ടാണ് മാറ്റി പിടിച്ചേക്കുന്നത്. അതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് സമയം ഒരു കൺക്ലൂഷൻ പറഞ്ഞിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇതുവരെ കേട്ടതിൽ നിന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇതുവരെ ഈ സ്ഥാനത്തിനകത്തോട്ട് കേട്ടുകഴിഞ്ഞു. ഇതിൽ നമ്മുടെ മനസ്സിൽ തങ്ങി നിന്ന എത്ര കാര്യങ്ങളുണ്ട്. ഓക്കെ, ഗാലക്സി തങ്ങി. ഓക്കെ, കുറച്ച് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിൽ പലരുടെയും കയ്യിൽ ഇങ്ങനെ തങ്ങി കിടക്കുന്നുണ്ടാവും. എല്ലാം കൂടി ഒരിക്കലും ഒരു ക്ലാസ്സിൽ നിന്ന് ഇത് മുഴുവൻ ക്യാച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ മനുഷ്യനോട് വരുന്ന കാര്യമില്ല. നമ്മൾ സ്കൂളിൽ പഠിച്ച ബേസിൽ ഇരുന്നുകൊണ്ടാണ് നമ്മൾ കുറച്ച് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് കുറച്ചെങ്കിലും തങ്ങുന്നത്. പറഞ്ഞു വരുന്നത് ഇത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ മനസ്സിലാക്കി ഡാറ്റയായിട്ട് സേവ് ചെയ്ത് വെച്ചുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമ്മള് ഒരു സിനിമയിൽ ഇന്നസെന്റ് വെച്ചിരുന്ന ഒരു ചോദ്യം, എന്തിനാ പഠിക്കുന്നത്? നമ്മൾ എക്സാം എഴുതി മാർക്ക് വാങ്ങാൻ വേണ്ടി പഠിക്കുന്ന ഒരു പഠനമല്ല ഇത്. ഇത് നമ്മൾ നമ്മളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഈ അറിവുകൾ വെറുതെ സ്റ്റോർ ചെയ്താൽ പോരാ, ഇത് നമുക്ക് ഫീൽ ചെയ്യണം. നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ ഈ അറിവുകൾ? നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ച കാര്യങ്ങൾ നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് സത്യത്തിൽ ആ അറിവുകൾ നമ്മൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. ആ അറിവുകൾ വെച്ചിട്ട് നമ്മൾ നമ്മളെ തന്നെ രൂപപ്പെടുത്തിയെടുക്കുന്നതിനോ അല്ലെങ്കിൽ നമ്മുടെ ചിന്താഗതി മാറ്റുന്നതിനോ ഒക്കെ ഈ അറിവുകൾ നമുക്ക് ഉപകാരപ്പെടുന്നുണ്ടോ എന്നുള്ളിടത്താണ് ശരിക്കും അതിന്റെ കാര്യം. നമ്മൾ ഒരുപാട് പഠിച്ചു വെച്ചിട്ട് എക്സാം പേപ്പറിൽ കൊണ്ടിട്ട് കുറെ എഴുതി മാർക്ക് വാങ്ങി അതോടുകൂടി അത് മറന്നു കളഞ്ഞിട്ട് അങ്ങനെ മറന്നു കളഞ്ഞ ഒരുപാട് അറിവുകൾ ഉണ്ടാവും. നമ്മുടെ സ്കൂളിലൊക്കെ പഠിച്ച മാത്തമാറ്റിക്സിലെ കുറെ ഇക്വേഷൻസ് ഉണ്ടായിരുന്നു. ഇതിനാലും ഇത്ര കഷ്ടപ്പെട്ട് പഠിച്ചെന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവർക്ക് കുറച്ച് കാലം കഴിഞ്ഞ് ചോദിക്കുമ്പോൾ ഈ ടീച്ചറോട് ചോദിക്കുന്ന ചില റീൽസുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. കോമഡി ആയിട്ട് ചെയ്തിട്ടില്ല. എന്തിനായിരുന്നു ടീച്ചറെ അതൊക്കെ പഠിച്ചത്? ഇത് ഞാൻ എവിടെയാണ് അപ്ലൈ ചെയ്തത്? ഇത് ജീവിതത്തിൽ എവിടെയാണ് ഉപകാരപ്പെടുന്നത് എന്നുള്ള ചോദ്യം. പക്ഷെ നമ്മൾ പല ഫീൽഡിലും നമ്മൾ വർക്ക് ചെയ്യുമ്പോഴോ നമ്മുടെ ചിന്താഗതിയിൽ പല വിഷയങ്ങൾ വരുമ്പോഴോ ഒക്കെ ഈ ഇക്വേഷൻസ് ഇല്ലെങ്കിൽ നമുക്കതിനെ മനസ്സിലാക്കാൻ പറ്റില്ല. ഈ മനസ്സിലാക്കലില്ല എങ്കിൽ നമുക്ക് ഈ പറഞ്ഞ സയന്റിഫിക് ടെമ്പർ എന്ന് പറഞ്ഞ സാധനം നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റില്ല. ശാസ്ത്രബോധം, അതാണ് ശരിക്കും നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിച്ചത്. എന്താണ് ശാസ്ത്രബോധം എന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് വല്ല ധാരണ വന്നിട്ടുണ്ടോ? ശാസ്ത്രബോധത്തെ കുറിച്ച് ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് ശാസ്ത്രബോധം വളരുള്ളൂ. പലതരം ബോധങ്ങളുണ്ട്. കലാബോധം എന്ന് പറയും. കലാബോധം എന്ന് പറഞ്ഞ ഒരാൾക്ക് അത് ഇവിടുന്ന് പറഞ്ഞു തരേണ്ടില്ല. കലാബോധം ഇതിന്റെ ക്ലാസ്സിന്റെ ചില പാട്ടുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ കേൾക്കും. പക്ഷെ ആ പാട്ട് മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടണോ എന്ന് ഇഷ്ടപ്പെടുത്താൻ എനിക്ക് പറ്റില്ല. ആ പാട്ടാണ് കേൾക്കുമ്പോൾ അയാൾക്ക് അത് ഇഷ്ടപ്പെടണമെങ്കിൽ അത് അയാളുടെ മൈൻഡ് സെറ്റാണ്. ആ മൈൻഡ് സെറ്റ് നമുക്ക് ഒരിക്കലും കൈമാറാൻ പറ്റില്ല. പക്ഷെ ഞാൻ എങ്ങനെ മൈൻഡ് സെറ്റിലേക്ക് എത്തുന്നു എന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ആ മൈൻഡ് സെറ്റിലേക്ക് എത്താൻ പറ്റുമെന്നോ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഈ സയന്റിഫിക് ടെമ്പറിന്റെ കാര്യത്തിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ ഈ അറിവിനെ നമ്മൾ എങ്ങനെയൊക്കെയാണ് സയന്റിഫിക് ടെമ്പർ എന്ന രൂപത്തിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റുക എന്നതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കണം. അതിനേക്കാൾ ഉപരി സയൻസ് എന്നത് എങ്ങനെയാണ്, എന്താണ് സയൻസിന്റെ പ്രസക്തി എന്നതിനെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടായിരുന്നു. ഇപ്പൊ കുറെ കാര്യങ്ങൾ പറഞ്ഞു. എവിടെ നിന്ന് തുടങ്ങി? ബിഗ് ബാങ് മുതൽ തുടങ്ങി. പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, ചില ആൾക്കാർക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ നോക്കുമ്പോൾ ബിഗ് ബാങ് സമയത്ത് ആ പ്ലാങ്ക് ഇപ്പോക്ക് എന്ന് പറഞ്ഞ സമയം പറഞ്ഞു. 10⁻⁻43 സെക്കൻഡ്സ് പറഞ്ഞു. ആ ഒരു സമയം മുതൽ നമ്മൾ തുടങ്ങി. ഇപ്പൊ ഏകദേശം ആറ്റം ക്രിയേറ്റ് ചെയ്തോടത്തെത്തി ഇങ്ങനെ നക്ഷത്രമായി മാറും. നക്ഷത്രത്തിനകത്ത് ഫ്യൂഷൻ നടന്നു. ഏകദേശം ഫ്യൂഷന്റെ കാര്യം പറഞ്ഞു. ഫ്യൂഷൻ കഴിഞ്ഞു. പിന്നീട് ഇങ്ങനെ ആ നക്ഷത്രത്തിന്റെ അവതരണങ്ങളുണ്ട്, പല സ്റ്റേജുകളുണ്ട്. അത് കഴിഞ്ഞു പിന്നെ ഗാലക്സി ഫോമിംഗ് ഉണ്ട്. പിന്നെ അങ്ങനെ എന്താണ് സൂപ്പർനോവ എക്സ്പ്ലോഷൻ ഉണ്ട്. പിന്നെ അവിടെ ക്ലൗഡുകൾ വരാനുണ്ട്. അങ്ങനെ ഗ്രഹങ്ങൾ സൗകര്യപ്പെടുത്തും. അങ്ങനെ വന്നിട്ട് നമ്മുടെ സോളാർ സിസ്റ്റത്തിലുള്ള ഗ്രഹങ്ങൾ, ആ ഗ്രഹങ്ങളിൽ ജീവൻ ഉത്ഭവിക്കുന്നത്, അവിടെ നിന്നുള്ള ഇവല്യൂഷൻ, പരിണാമം, നമ്മുടെ വളർച്ച, പലതരത്തിലുള്ള ജീവികൾ ഉണ്ടാവുന്നത്, ഇങ്ങനെ തുടങ്ങി നമ്മളിലേക്ക് എത്തുന്നത് വരെയുള്ള ഒരു ചിത്രമുണ്ട്. ഇത് നമുക്ക് ഫീൽ ചെയ്യണമെങ്കിൽ നമ്മളിതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ച് നമ്മളിത് ചിന്തിച്ചു അല്ലെങ്കിൽ അതിനോടൊപ്പം സഞ്ചരിക്കണം. മനസ്സുകൊണ്ട് നമ്മൾ അതിന് കൂടെ നിൽക്കണം. അങ്ങനെ വരുമ്പോഴാണ് ശരിക്കും സയൻസ് എന്നത് നമ്മളെ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടോ നമ്മുടെ സ്വഭാവ രൂപീകരണത്തിനോ നമ്മളെ വിനയാന്വിതനാക്കുന്നതിനോ നമ്മൾ
എന്താണെന്നുള്ള തിരിച്ചറിവിനോ സയൻസിനോ കാര്യമുണ്ട്. സത്യത്തില് നമ്മളെ തിരിച്ചറിയാൻ ഏറ്റവും നല്ല മാർഗം സയൻസ് ആണ്. ആറ്റം എന്നത് പറഞ്ഞു, ആറ്റത്തിൽ ഒരുപാട് സ്ഥലം ഫ്രീ ആയിട്ട് കിടക്കുകയാണ്. ആറ്റത്തിന്റെ വലിയൊരു സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ 99.9% സ്ഥലവും കാലിയാണെന്നാണ് രാജേഷ് സാർ പറയുന്നത്. ബാക്കി സ്ഥലത്ത് മാത്രമേ ഉള്ളൂ പ്രോട്ടോണ്, ന്യൂട്രോൺ, ഇലക്ട്രോൺ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. ആ ബാക്കി സ്പേസ് ആ നമ്മുടെ ശരീരം എടുത്ത് നോക്കി നമ്മൾ കാലുവരെയുള്ള സ്ഥലം നമ്മളിങ്ങനെ കാണാനൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ശരിക്കും എന്താണ് സുതാര്യമായ ഒരു വസ്തുവാണ്. അത്ര ലെവലിൽ നോക്കിയാൽ വളരെ കുറച്ച് സ്ഥലത്ത് മാത്രം തങ്ങി നിൽക്കുന്ന കുറച്ച് ഇലക്ട്രോൺസും കുറച്ച് പ്രോട്ടോൺസും കാര്യങ്ങളും മാത്രമാണ്. ബാക്കി ഫുൾ എംപ്റ്റി സ്പേസ് ആണ്. ഇത്ര വിശാലമായ ഒരു പ്രപഞ്ചത്തിൽ നമ്മളൊന്നും അല്ല എന്ന് തിരിച്ചറിയാൻ സയൻസിലൂടെ അല്ലാതെ നമുക്ക് ഒരു മാർഗവുമില്ല. നമ്മൾ കുറെ ഫിലോസഫികളൊക്കെ പറയും, പല തരത്തിലുള്ള വിശുദ്ധ ഗ്രന്ഥങ്ങളിലൊക്കെ നമ്മളങ്ങനെ കുറെ കേട്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കുന്നതിന് ഉപരി അതിന്റെ സത്യാവസ്ഥ അതിനകത്തേക്ക് കയറി ചെന്ന് നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. ചിന്തിക്കാൻ നമുക്ക് എന്താണ് ഇതുപോലുള്ള ക്ലാസ്സുകൾ നമ്മൾ കുറച്ചുകൂടി ഡീപ്പായിട്ട് കുറച്ചുകൂടി ആത്മാർത്ഥമായിട്ട് നമ്മളത് കേൾക്കാൻ ശ്രമിക്കണം. നമ്മൾ അതിലേക്ക് ഇത് എപ്പോഴും കിട്ടുന്ന അവസരങ്ങളല്ല. കാരണം ഇത് ഈ ഒരു പറഞ്ഞു നിൽക്കുന്ന വിഷയം ഒരു വലിയ ക്ലാസ്സിൽ ഒരു കോഴ്സായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് 1-2 വർഷം കൊണ്ടൊക്കെ പഠിക്കേണ്ട വലിയ വിഷയങ്ങളാണ്. പക്ഷെ ഇത് നമുക്ക് ഇത്രയും ബ്രീഫായിട്ട് ഒറ്റ ക്ലാസ്സിൽ രാജീവ് സാറോട് അവതരിപ്പിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനിവിടെ ഇരുന്നപ്പോൾ എങ്ങനെയാണ് ഇത്രയും കോർഡിനേറ്റഡ് ഇത്രയും ഒരു സ്ട്രക്ചേർഡ് ആയിട്ട് ഈ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ അവിടെ എത്തിച്ചെന്ന് ഞാൻ അത്ഭുതപ്പെടുകയായിരുന്നു. അത്രയും വലിയ വിഷയമാണ്. ഇതിലേറെ ഇനി ചുരുക്കാൻ പറ്റില്ല, ഇതിലേറെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല. പരമാവധി സിംപ്ലിഫൈ ആണ്. നിങ്ങൾ എന്ത് ചെയ്യണം, ഈ അവസരം നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. പരമാവധി ശ്രദ്ധ കൊടുത്ത് അതിൽ ഓരോ പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്യണം. അതിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി വെക്കണം. മനസ്സിൽ ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും ഉണ്ടാവും. ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടോ, ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ക്വസ്റ്റ്യൻസ് ഇല്ലാതെ ഒരു കാരണം അത്രയും ഐഡിയ വിഷയമാണല്ലോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, മാക്സിമം അതിനകത്ത് ശ്രദ്ധയോടെ കേട്ട് പോയിന്റ്സ് മനസ്സിലേക്ക് നോട്ട് ചെയ്ത് ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻ വരുമ്പോൾ നിങ്ങൾ അത് എണീറ്റ് ചോദിക്കണം. ചോദിക്കുമ്പോഴാണ് ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കുമ്പോഴേക്കും ഞാനൊക്കെ ചിലപ്പോൾ ആ കാര്യത്തെ കുറിച്ച് ചിന്തിക്കുന്നത് പോലും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അതിനകത്ത് ഉണ്ടായിരുന്നല്ലോ. അപ്പൊ എനിക്ക് നമുക്ക് ഒരുമിച്ച് രാജീവ് സാറിനുള്ള കാര്യം ചോദിക്കാം. രാജീവ് സാർ പറയും, നമ്മളെല്ലാവരും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ചിലപ്പോൾ അങ്ങനെയാണ് നമുക്കൊരു ഡിസ്കഷന്റെ രൂപത്തിൽ കൊണ്ടുപോകാം. സയൻസിന്റെ കാര്യം വിഷയം എല്ലാവരും എല്ലാം പഠിച്ച ആളുകളില്ല, എല്ലാവർക്കും ഇത് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ ഒരു പക്ഷേ ഞങ്ങൾക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പറ്റും. നിങ്ങൾക്ക് മനസ്സിൽ ഉദിക്കുന്ന പല ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻസ് ഇന്ന് വരെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ക്വസ്റ്റ്യൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ക്വസ്റ്റ്യൻ ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് ഉത്തരങ്ങൾ ഉണ്ടാവുള്ളൂ. നമ്മൾ ആദ്യം എന്ത് പ്രശ്നത്തിന് മുന്നിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് ക്വസ്റ്റ്യനാണ് ഉണ്ടാക്കുന്നത്. ആ ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഹൈപ്പോത്തസിസ് ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണല്ലോ ഇവിടെ മൊബൈൽ ഫോൺ ടെക്നോളജി പഠിക്കുന്നവരുണ്ട്. മൊബൈൽ ഫോൺ ടെക്നോളജി പഠിക്കുന്ന ഒരു ടെക്നീഷ്യൻ ആയി കഴിഞ്ഞ ശേഷം ഒരു മൊബൈൽ ഫോൺ കൊണ്ട് ഒരാൾ കംപ്ലൈന്റ് കൊണ്ടുവരികയാണ്. കംപ്ലൈന്റ് ഇതാണ്, സൗണ്ട് വരുന്നില്ല. നിങ്ങൾ ആരും ആദ്യം കൊണ്ടിട്ട് അത് അയച്ചെടുത്ത് അതിന്റെ ബോർഡിൽ ചിപ്പ് മാറ്റാൻ പോകുന്നില്ല. അതിന്റെ ഓഡിയോ ചിപ്പ് കംപ്ലൈന്റ് ആയിട്ട് പറയുക. നിങ്ങൾ എന്ത് ചെയ്യും, ആദ്യം നിങ്ങൾ ചോദ്യങ്ങൾ ചെയ്തു, സൗണ്ട് വരുന്നില്ല, വൈ. അപ്പൊ നമ്മൾ ഒന്നുകിൽ ചിലപ്പോൾ വോളിയം ഡൗൺ ആക്കി വെച്ചാൽ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യും, ആദ്യം വോളിയം ബട്ടൺ നിർത്തിയോ. വോളിയം ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ വോളിയം ബാർ കയറുന്നതോട് കൂടി സൗണ്ട് വരുന്നില്ല. ഇനി അപ്പൊ സൗണ്ട് വന്നില്ല എന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ വോളിയം ബാർ കുറഞ്ഞതായിരുന്നു എന്നുള്ള നമ്മുടെ തീരുമാനം നമ്മൾ മാറ്റി വെക്കുന്നു അല്ലെ. അപ്പൊ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ പോകും. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കും, സ്പീക്കർ കംപ്ലൈന്റ് ഉണ്ടോന്നോ. ഈ സോഫ്റ്റ്വെയർ വൈസിൽ നിങ്ങൾക്കാണ് കൂടുതൽ അറിയാം. നിങ്ങൾ അതിനകത്ത് കയറി പോകുന്നു. അത് ചിലപ്പോൾ സോഫ്റ്റ്വെയർ വൈസ് അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു ആപ്പ് വൈസ് ഒരു സൗണ്ട് ട്രൈ ചെയ്ത് നോക്കുന്നു. അങ്ങനെ അത് നോക്കുന്നതിന് ശേഷം അതിന്റെ അവസാനം നമ്മൾ എന്ത് ചെയ്യുള്ളൂ, സോഫ്റ്റ്വെയർ വൈസിലോ അല്ലെങ്കിൽ ബോർഡിലേക്കോ കയറുള്ളൂ. അതിന്റെ പ്രീ ആംപ്ലിഫയർ പോയോ, ഓഡിയോ ആംപ്ലിഫയർ, പവർ ആംപ്ലിഫയർ പോയോ, സ്പീക്കർ പോയോ, എന്താ ഇങ്ങനെ നോക്കിയിട്ട് സോഫ്റ്റ്വെയർ കംപ്ലൈന്റ് ആണോ. നമ്മൾ ഇതിനൊരു ഓർഡറിൽ ഹൈപ്പോത്തസിസുകൾ ക്രിയേറ്റ് ചെയ്തെടുത്താണ് നിങ്ങളുടെ കഴിവാകുന്നത്. ഏറ്റവും ബേസിക് ആദ്യം നോക്കേണ്ട ഹൈപ്പോത്തസിസ് നമ്മൾ ആദ്യം ടെസ്റ്റ് ചെയ്യുന്നു. ആ ഹൈപ്പോത്തസിസ് പരാജയപ്പെട്ടു കഴിഞ്ഞാൽ അതല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഉടനെ അത് എടുത്തു കളഞ്ഞാൽ അടുത്ത ഹൈപ്പോത്തസിസിലേക്ക് പോകുന്നു. ശാസ്ത്രത്തിന്റെ രീതി അതാണ്. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ നമുക്ക് കുറെ ഡാറ്റ അല്ല, ഇത് മെത്തഡോളജി ഓഫ് സയൻസ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ശാസ്ത്രത്തിന്റെ രീതിശാസ്ത്രമാണ്. എങ്ങനെയാണ് അറിവിലേക്ക് നമ്മൾ എത്തുന്നത് എന്നുള്ളതാണ് ശാസ്ത്രത്തിന്റെ പ്രധാന ഒരു രീതി എന്ന് പറഞ്ഞാൽ അതാണ് ശാസ്ത്രം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സയൻസിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നമ്മൾ കുറച്ചുകൂടെ ആദ്യം സയൻസിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിലാണ്. ശാസ്ത്രബോധത്തിന്റെ ബേസിക് ആണ്. ഡിസിഷൻ മേക്കിങ്ങിന് നമുക്ക് ഈ ശാസ്ത്രബോധം നമ്മളെ വല്ലാതെ സ്വാധീനിക്കുന്നു. നമ്മളൊരു പ്രശ്നത്തിൽ അകപ്പെടുന്നു, അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ ഒരു പ്രതിസന്ധി വരുന്നു, അല്ലെങ്കിൽ പരിഹരിക്കേണ്ട ഒരു വിഷയം നമ്മുടെ മുന്നിൽ വരുന്നു. അവിടെ നമ്മളൊരു തീരുമാനം എടുക്കേണ്ടി വരും. ചിലപ്പോൾ അത് വളരെ ചെറിയ തീരുമാനം എടുക്കും. ഞാനിന്ന് രാവിലെ ഏത് ഷർട്ട് ധരിക്കണം, എന്ത്
ചെറിയ തീരുമാനമാണ്. ചിലപ്പോൾ വലിയ സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കേണ്ടി വരില്ല. പക്ഷെ നേരെ മറിച്ച് എനിക്ക് രോഗം വന്നു കഴിഞ്ഞാൽ ഞാൻ ഏത് ഡോക്ടറെ പോകണം, അത് ഭയങ്കര തീരുമാനമാണ്. എനിക്ക് ഹോമിയോ ഡോക്ടറെ അടുത്ത് പോവാം, ഏതെങ്കിലും ആടവൈദ്യന്റെ അടുത്ത് പോവാം, ഏതെങ്കിലും സിദ്ധ വൈദ്യം നടത്തുന്ന ആൾക്കാരുടെ അടുത്ത് പോവാം, ഒന്നില്ലെങ്കിൽ നാട്ടിലേതെങ്കിലും നാട്ടുവൈദ്യന്റെ അടുത്ത് പോയിട്ട് എന്തെങ്കിലും പച്ചയിലുകൾ ഉരുട്ടുകളായി കഴിക്കാം. ഒക്കെ ചികിത്സയാണെന്നാണ് പറയാം. പക്ഷെ നമ്മൾ സയന്റിഫിക് ആയിട്ടുള്ള മെഡിസിനിലേക്ക് പോകണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, അവിടെ നമ്മൾ എടുക്കുന്ന തീരുമാനത്തിന് നമ്മുടെ ജീവിത വിലയുണ്ട്. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ നമ്മൾ കൃത്യമായി സയന്റിഫിക് നമ്പർ നമ്മൾ വർക്ക് ചെയ്തോളണം. നമ്മുടെ സയൻസ് എന്നുള്ള ചിന്ത, സയൻസിലൂടെ മാത്രമേ ഇതിന് പരിഹാരം ഉണ്ടാവുള്ളൂ എന്നുള്ള ചിന്ത നമുക്ക് അവിടെ വർക്ക് ചെയ്യണം. അവിടെ നമുക്ക് ഡിസിഷൻ മേക്കിങ്ങിലേക്ക് നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. രണ്ടാമത്തെ കാര്യം പ്രോഗ്രസിനാണ്. നമ്മുടെ നാടിന്റെ വികസനമോ അല്ലെങ്കിൽ സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള പുരോഗതിക്കോ നമ്മുടെ മൊത്തം മനുഷ്യരുടെ ചിന്താഗതി മാറി മാത്രമേ നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളൂ, പുരോഗതി ഉണ്ടാവുള്ളൂ. ഒന്ന് ഓർക്കുകയെ ഇപ്പോൾ പറഞ്ഞു 13.8 ബില്യൺ വർഷത്തെ ചരിത്രമാണ് ഈ പ്രപഞ്ചത്തിൽ നടന്നത്. ആ കാലമൊക്കെ നമ്മുടെ മനസ്സിൽ നമുക്ക് ഊഹിക്കാൻ പറ്റുമോ? 13.8 ബില്യൺ ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ 1 കോടി എന്ന് പറഞ്ഞ നമ്പറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞ് ശീലിച്ചെന്നല്ലാതെ ആ നമ്പറിന്റെ വലുപ്പത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. നമുക്ക് 1 കോടി വരെ എണ്ണാൻ പറ്റില്ല. എവിടെ നിന്നും 1 കോടി വരെ എണ്ണണമെങ്കിൽ 3.5 മാസമാണ്. ഒരു ഉറങ്ങാതെ ഉണ്ണാതെ നമ്മൾ റെസ്റ്റ് എടുക്കാതെ 1 സെക്കൻഡിൽ 1 നമ്പർ എന്ന രീതിയിൽ നമ്മൾ എണ്ണുകയാണെങ്കിൽ 1, 2, 3 എന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് 3 ലക്ഷത്തി അല്ലെങ്കിൽ 33,446,200 നമുക്ക് 1 സെക്കൻഡിൽ പറയാൻ പറ്റില്ല. ഇൻ കേസ് നമുക്ക് പറയാൻ പറ്റിയാൽ തന്നെ 3.5 മാസം എടുക്കും. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ 1 കോടി എന്ന നമ്പറിന്റെ വലിപ്പം? ഈ അവസ്ഥയിലാണ് നിങ്ങൾ 13.8 ബില്യൺ, 1 ബില്യൺ എന്ന് പറഞ്ഞാൽ 100 കോടിയാണ്. അത്ര ഈ വർഷത്തെ പഴക്കമുള്ള കഥ ആ പ്രപഞ്ചം നമ്മൾ നോക്കുന്നത്. മനുഷ്യരുണ്ടായിട്ട് എത്രയായിട്ടുള്ളൂ? ഹോമോസാപ്പിയൻസ് 3 ലക്ഷം വർഷമായി. ഈ 3 ലക്ഷം വർഷം കൊണ്ട് നമ്മൾ ഇത്ര കാലം ജീവിച്ചിട്ട് മനുഷ്യൻ എന്താണ് ഉണ്ടാക്കിയത്? ആ കാലത്ത് ഇപ്പൊ കഴിഞ്ഞ 500 വർഷത്തിനപ്പുറമുള്ള കാലം നോക്കുക, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? കാര്യമായിട്ട് ലക്ഷക്കണക്കിന് വർഷം, 10-20 ലക്ഷത്തോളം വർഷം നമ്മുടെ മുമ്പുള്ള ചില സ്പീഷീസ് ഒക്കെ, മനുഷ്യ സ്പീഷീസ് തന്നെ എന്ത് ചെയ്തിട്ട് കാട്ടിലൂടെ കുന്തം പിടിച്ച് മുന്നിലെ ഉമ്മനെയുള്ള കല്ലും ഘടിപ്പിച്ച് മൃഗങ്ങളുടെ പിന്നാലെ ഓടിയ ഒരു കാലഘട്ടം. എത്ര ലക്ഷം വർഷം മനുഷ്യർ പോയി. അവർക്ക് എന്റെ ഒന്നും ചെയ്യാൻ പറ്റാതിരുന്നു. അതിനപ്പുറത്തേക്ക് എത്തി അവർ വികസിക്കാതിരുന്നത് ചിന്തിച്ചിട്ടുണ്ടോ? അവർക്ക് വികസിക്കാൻ പറ്റാതിരുന്നതിന്റെ കാരണം അവർക്ക് സയന്റിഫിക് മെത്തേഡ് അറിയില്ലായിരുന്നു. ഏത് രീതിയിലാണ് പുതിയ അറിവുകൾ നേടേണ്ടതെന്നും എങ്ങനെയാണ് നമ്മുടെ പുരോഗതി പ്രാപിക്കേണ്ടതെന്നുള്ളതിന്റെ ബേസിക് ആയിട്ടുള്ള ആ ഒരു അറിവ് അവർക്ക് ഉണ്ടായിരുന്നില്ല. അറിവിനെ രൂപീകരിക്കുന്ന രീതി പഠിച്ചതിന് ശേഷമാണ്. അപ്പോൾ ഏകദേശം മാക്സിമം നോക്കിയാൽ 500 വർഷം, നമ്മൾ ബാക്കിലേക്ക് 500 വർഷം നോക്കിക്കഴിഞ്ഞാൽ ഈ 500 വർഷത്തിനടുത്താണ് നമ്മൾ ഈ സയന്റിഫിക് മെത്തേഡ് പഠിച്ചത്, മെത്തഡോളജി ഓഫ് സയൻസ് നമ്മൾ പഠിച്ചത്. അതിനുശേഷമാണ് നമുക്ക് ഈ കണ്ട പുരോഗതികളെല്ലാം ഉണ്ടായത്. അപ്പൊ നോക്കൂ, നമ്മുടെ പുരോഗതിക്ക് സയൻസ് അല്ലാതെ മറ്റൊന്നും നമ്മളെ സഹായിക്കാനില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ വീണ്ടും ബാക്കിലേക്ക് പോകും. നമ്മൾ ഇവിടുന്ന് വന്നു നോക്കി. അപ്പോഴാണ് ഈ സ്പീച്ചിലേക്ക് പ്രസക്തി. നമ്മൾ എന്താണെന്ന്, ഇനി നമ്മൾ എന്താണ് ആവേണ്ടതെന്ന്, നമ്മൾ ഇനി എന്തായിരിക്കും, നമ്മുടെ എലമെന്ററി ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മരണശേഷം നമ്മൾ ഈ ഭൂമിയിൽ എന്തായിരിക്കും? നമ്മൾ വീണ്ടും സ്പ്ലിറ്റ് ആവുന്നു. നമ്മൾ ഇവിടേക്കോ വന്ന് ചേർന്ന് കുറെ ആശയങ്ങൾ കൂടി ചേർന്ന് നമ്മൾ വേറെ എന്തോ ഒരു സ്ട്രക്ചറിലേക്ക് മോളിക്കുലർ ലെവലിലേക്ക് നമ്മൾ കൂടി ചേർന്ന് നമ്മളിതാ ഇങ്ങനെയൊക്കെ ആയി. അതിനകത്ത് നമുക്ക് പ്രത്യേകിച്ച്